ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നിൽക്കുന്നത് പേരാമ്പ്രള്ളിയിലാണ്. ഉടുമ്പിൽ നിന്നും വെറും 7 കിലോമീറ്റർ മാറിയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ദേവാലയത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു സ്കൂളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വിശ്വാസികളുടെ അഭ്യർത്ഥന പ്രകാരം അവർക്ക് സ്വതന്ത്രമായിട്ടൊരു ചർച്ച് വേണമെന്ന് ആവശ്യപ്പെടുകയും അന്നേ കാലത്ത് ഫാദർ ഹാരിയുടെ നേതൃത്വത്തിൽ 1958 ഒക്ടോബർ 7 ചാപ്പൽ പണി കഴിപ്പിക്കുകയും ചെയ്തു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഫാദർ ഫ്രെഡറിക്കിൻ്റെ നേതൃത്വത്തിൽ 2011 ദേവാലയത്തിൻ്റെ തറക്കല്ലിടുകയും പണികൾ പൂർത്തിയായി 2017 നവംബർ 23 വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. മറിയുടെ ഓർമ്മയ്ക്കായി അവർ ലേഡി ഓഫ് ഫാത്തിമ എന്ന പേരും ദേവാലയത്തിന് നൽകി. വേറൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടുത്തെ ആരാധനാക്രമങ്ങൾ, പാട്ടുകൾ, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് കൊങ്കിണി ഭാഷയിലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോവ മുതൽ മംഗലാപുരം വരെയും തീരദേശ പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക ചർച്ചും കൊങ്കിണി കമ്മ്യൂണിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. മനോഹരമായ ഒരു ചർച്ചാണ് പേരാമ്പ്രള്ളി അവർ ലേഡി ഫാത്തിമ. ആ ചില്ലിച്ചാലയിൽ കൂടി സൂര്യപ്രകാശം കടന്നു വരുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഭംഗിയാണ് ദേവാലയം കാണാൻ. യാദൃശ്ചികമായിട്ടാണ് ഒരു മലയാളം ബൈബിൾ എനിക്ക് കാണാൻ സാധിച്ചത്. പഴയ ചാപ്പലിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്റ്റാച്ചു നിലനിൽക്കുന്നത്. മിറാക്കിൾ സ്റ്റാച്ചു എന്നാണ് ഇതിന് പറയുന്നത്. ഇസ്രയേലിലെ നസ്രത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ മാതാവിൻ്റെ രൂപം. ನಮೋ ಮರಿಯ ಪ್ರಸಾದ ಪೂರ್ಣೆ ಕರ್ತರು ನಿಮ್ಮೊಡನೆ ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದಾರದ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯೇ ದೇವಮಾತೆಯು ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಿಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲಿಯೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೇನ್. കൊങ്കിണിയെ നമാൻ മരിയെ കുറുപ്പൻ ബരല്ലേ
स्वामी तुझ्या संगता स्त्रियां भितर तूं सदैव आनी सदैवी फळ तुझ्या कुशीचे जेजू. भगवंती मरिये, देवाचे माये, आम्हा पापियां खातीर विनंती कर, आता आणि आमच्या मरणाच्या काळी. आमेन. 5 ലാംഗ്വേജിലായി വചനം എഴുതി വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തുളു, കൊങ്കിണി. ടവർ ഓഫ് പീസ് എന്ന പേരിൽ ഒരു കെട്ടിടമുണ്ട്. വളരെ മനോഹരമാണ്. ഇത് കണ്ടാൽ പിസാ ഗോപുരം പോലെ തോന്നും. പിസാ ഗോപുരത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഇവിടെ പണിക്കഴിപ്പിച്ചേക്കുന്നത്. ഈ ഒരു കെട്ടിടം വളരെ മനോഹരമായി എനിക്ക് തോന്നി. പീസ് ഓഫ് ടവർ എന്ന പേരിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.